അത് ബീഫ്, അത് ചിക്കൻ. ചിക്കൻ എടുത്തോ, ചിക്കൻ എടുത്തോ. പാരഗൺ 5 മണിക്ക് ബിരിയാണി കഴിക്കുന്ന ബിരിയാണി ചൂടുണ്ടോ? ദം ബിരിയാണി. എക്സ്ക്യൂസ് മീ മാം, ഹൗസ് ഇറ്റ്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളിവിടെ നിന്ന് പോവുകയാണ്, ഗേറ്റ് ചെയ്ത് ഇറങ്ങിയാണ്. ഇനി താഴെ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. രാവിലെ കഴിക്കാൻ എന്തിനാണ് ന്യൂ ഫോം. സൂപ്പർ ഹോട്ടലാണ്. ഗൈസ് വന്നു പക്ഷെ നമ്മൾ ബീഫില്ല, മട്ടൺ. ചിക്കൻ എവിടെ? അത് ബീഫ്, അത് ചിക്കൻ. ചിക്കൻ എടുത്തോ, ചിക്കൻ എടുത്തോ. അപ്പം ചിക്കൻ കറി. നമ്മളങ്ങനെ വയനാട് നിന്ന് പോവുകയാണ്. സത്യം പറയല്ലേ, ഒരു കൊള്ളാത്ത ട്രിപ്പായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്കിഷ്ടപ്പെടേ പറ്റില്ല. ഇവിടെ ഒന്നും കൊള്ളൂലായിരുന്നു. നമ്മൾ വന്ന ആ ഒരു സീസൺ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരുന്നില്ല. ഭയങ്കര മടിയായിരുന്നു. പിന്നെ നമ്മള് കോഴിക്കോട്. പക്ഷെ നോക്കിക്കാ, താഴെ നിറച്ച് മഞ്ഞ്. മഞ്ഞ് ഗൈസ്. നമ്മളിവിടെ ഒരു സ്പോട്ട് കിട്ടി. നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ അവിടെ കണ്ടോ? നമ്മൾ അവിടെയാണ് പോവാൻ പോണത്. ഇനി അവിടെ എത്ര നേരം എടുക്കും? ആകാശമൊക്കെ നല്ല കറുത്ത് കിടപ്പുണ്ട്. വയനാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മഴ വന്നു. പോണോ ഗൈസ്? അപ്പൊ നമുക്ക് പോവാം. വയനാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മഴ പെയ്തു. വയനാട് നിന്ന് ഇറങ്ങണ ആ സമയം വരെ ഒരു മഴ വരത്തോലുമില്ലായിരുന്നു. അപ്പൊ മഴയുടെ അഭിഷേകം. ഉച്ചയിൽ വെയിൽ ഉദിച്ചു കിടന്നു. ഇത്ര ഉണ്ടെന്ന് നോക്കിയാണ്. ഇപ്പൊ നമ്മളായിരുന്നു പ്രശ്നം വയനാട്ടില്. നമ്മൾ പോയപ്പോ മഴയും വന്നു. ഒരു മഴ കിട്ടി നമുക്ക്, നല്ലൊരു മഴ. നാട്ടിലിപ്പോ അതിനേക്കാളും മഴയാണ്. ഇടിയും വെട്ടി മിന്നലും വെട്ടി എല്ലാം തകർന്നതായിപ്പോഴും. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ബോധമില്ല. വരവ് കണ്ട ഇവിടെ മൊത്തവും വെള്ളപ്പൊക്കമായി. ഇവിടെ വെള്ളപ്പൊക്കമായി. ഓ ഇതാ കണ്ട ശരിയാണ്. എന്നാലും നല്ല വെള്ളമുണ്ട്, നല്ല മഴയുണ്ട്. വേണ്ട അടിച്ചടിച്ച് പോണുണ്ട്, അടിച്ചടിച്ച് പോണുണ്ട്. അവിടെ കല്ലുണ്ട്. അപ്പുറത്തൊന്നും കാണാൻ വയ്യ. അപ്പുറത്തുള്ള സംഭവം എന്തിനെന്ന് പോലും അറിയാൻ വയ്യ. അവിടെ എല്ലാം വെള്ള കളർ. ആകാശമൊന്നും അല്ല, താഴെയാണ്. എന്നിട്ടും ഒന്നും കാണാൻ വയ്യ. നല്ല ഇരുട്ട് വെള്ളല്ലേ. പാരഗൺ അപ്പോൾ ഗായ്സ്, വരുന്ന വഴിയിൽ ഫോണിൻ്റെ ചാർജ് ചെയ്യുന്നതാണ്. വരുന്ന വഴിയിലുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പാരഗണി വന്നേക്കാണ് കഴിക്കാൻ വേണ്ടി. സമയം വന്നപ്പോൾ ഒരു 5 മണിയായി. 5 മണിക്കായിട്ടും അവിടുത്തെ തിരക്കെന്ന് വെച്ചാൽ അപാര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരുപാട് സമയമെടുത്ത് ബിരിയാണി ഇട്ടാനും കാര്യത്തിനൊക്കെ ഒരുപാട് സമയമെടുത്ത്. നമ്മളെല്ലാവരും അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്ന് ഗൈസ്. ഈ ഒരു കാത്തിരിപ്പ് എന്ന് വെച്ചാൽ കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നതിനേയും കാട്ടി വലിയ കഷ്ടപ്പാടുള്ള കാത്തിരിപ്പാണ്. പപ്പടവും പ്ലേറ്റും മാത്രം തന്ന് ബിരിയാണി തന്നില്ല. എല്ലാവരുടെ അവസ്ഥ നോക്കണം. യൂട്യൂബറിൻ്റെയൊക്കെ മുഖം ഇരിക്കുന്ന നോക്കിയാണ് വിശന്ന് കണ്ണ് ഇറങ്ങി. സമയത്രയായി? 5 മണിയായി. 5 മണിയായിട്ടും ഇവിടുത്തെ ബിരിയാണി കഴിക്കാനുള്ള തിരക്കാണ്. എല്ലാവരും ബിരിയാണിയാണ് കഴിക്കുന്നത്. 5 മണിയായിട്ടും ബിരിയാണി കിട്ടാത്തതിൻ്റെ വിഷമം യൂട്യൂബർ പപ്പടത്തിലാണ് തീർക്കുന്നത്. കഴിച്ചോ സാപ്പിട്. ഹലോ ഗായ്സ്, പൊരിഞ്ഞ പോരാട്ടമാണ്.
ഫിഷ് ബിരിയാണി. അഞ്ച് മണിക്കിരുന്ന് ബിരിയാണി കഴിക്കുന്ന നോക്കിയാ. ബിരിയാണി ചൂടുണ്ടോ? ചൂടുണ്ട്. ദം ബിരിയാണിയാണ്, ദം ബിരിയാണി. എക്സ്ക്യൂസ് മീ മാം, ഹൗസ് ഇറ്റ്? ഇറ്റ് വിൽ സൂപ്പർ. പാരങ്ങളിലെ ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു സർബത്ത് കുടിക്കാനായിട്ട് വന്ന മിൽക്ക് സർബത്ത്. 70 വർഷം പഴക്കമുള്ള മിൽക്ക് സർബത്ത്. ഈ അണ്ണൻ്റെ സർബത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഗൈസ് നമ്മളൊരു സംഭവം കണ്ടു. നമ്മൾ പോച്ചയുടെ വണ്ടി കണ്ടു. അപ്പോൾ വണ്ടി കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നു വരെയാണ്. നമ്മൾ 4 പേരുണ്ട്. നമ്മൾ 4 പേരുടെ നടന്നു വരെയാണ്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ലോട്ടറി അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെടുക്കാൻ തന്നെ ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് എടുക്കാമെന്ന് വെച്ചപ്പോൾ ആൾക്കാർ അത്രയും തിരക്കുണ്ടായിരുന്നു. നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നു. അടിപൊളി വണ്ടിയായിരുന്നു ഗൈസ്, സൂപ്പർ വണ്ടിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ കാണുകയും ചെയ്ത ആളിനെ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ. അവിടെ